മുഹമ്മദ് റിയാസ്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൊല്ലത്ത് അവസാനമായിട്ട് വന്ന എന്താണെന്ന് ഓർമ്മയുണ്ടോ? കൊല്ലത്ത് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഇതിന്റെ തൊട്ട് മുമ്പ് വന്നിട്ടുണ്ട്. ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. കൊല്ലത്തിന്റെ മുഖച്ഛായ മാറി. കൊല്ലത്തിന് അനന്ത സാധ്യതയാണ്. ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഈ പാലങ്ങൾക്കടിയിലുള്ള സ്ഥലം ഉപയോഗിക്കുക. അതിനാദ്യം തിരഞ്ഞെടുത്ത കൊല്ലാണ്. അപ്പോൾ പല മേൽപ്പാലങ്ങളും നിങ്ങൾ നോക്കി അതിൻ്റെ അടിയിലെ സ്ഥലം ആളുകൾ വെറുതെ ചുരുണ്ടുടി കിടക്കുക. ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ ടെന്റ് കെട്ടി കിടക്കുക. പല അനാശ്വാസ പ്രവർത്തനങ്ങളുടെ അരാജകത്വ പ്രവണതകൾ ഉയരുന്ന സ്ഥലമായി മാറി. കലങ്കിനടിയിൽ ഇതൊരു പ്രയോഗം തന്നെ ഉണ്ട്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള പാലങ്ങളുടെ അടിയിലുള്ള സ്ഥലം ഉപയോഗിക്കുകയാണ് കേരളത്തിൽ. വയോജന പാർക്ക്, കുട്ടികളുടെ പാർക്ക്, ടർഫ് കോർട്ട്, അല്ലെങ്കിൽ IT രംഗത്തുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള ഇടം. അതിന്റെ തുടക്കം കുറിക്കുന്ന ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ കൊല്ലാണ്. കൊല്ലം നഗരത്തിലാണ്. അതിന്റെ ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞു. അതെ അതെ. പ്രൊജക്ട് പാലങ്ങൾക്ക് അടിയുള്ള സ്ഥലം ഉപയോഗിക്കുക. ഞങ്ങൾ അത് നടത്തി ഒരു സ്ഥലത്ത് തുടങ്ങിയാൽ അത് പടരും. അപ്പോൾ ദീപാലങ്കൃതമായി പാലങ്ങളെ മാറ്റുന്ന പദ്ധതി ആരംഭിക്കുന്നത് കോഴിക്കോട് ഫറൂഖിലാണ്. അത് ജനുവരിയിൽ ആരംഭിക്കും. പാരീസ് മോഡൽ പാലങ്ങൾ കേരളത്തിൽ വേണമെന്നുള്ളതിൻ്റെ തുടക്കം അവിടെയാണെങ്കിൽ പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ കേന്ദ്രമായി കൊല്ലത്തെ ആണ് തുടക്കം കുറിക്കുന്നത്. കൊല്ലത്തിനൊരു സമ്മാനം, നവകേരള സമ്മാനം എന്നുള്ള നിലയിൽ കൊല്ലത്തിന് പ്രഖ്യാപിക്കുകയാണ്. പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന പദ്ധതി കൊല്ലത്ത് ആരംഭിക്കും. 2024 പകുതി ആകുമ്പോഴേക്കും പദ്ധതി നടപ്പിലാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ മിനിസ്റ്റർ റിയാസിന്റെ പ്രസംഗം കേട്ടിരുന്നു. വലിയ ചർച്ചയായിട്ടുണ്ട്. ഗവർണർക്കെതിരെ ആഞ്ഞടിക്കുകയാണ് താങ്കൾ ഒരു SFI പ്രവർത്തകൻ ഉണർന്നു എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞത്. ഈ കോഴിക്കോട് സർവകലാശാലയിൽ SFI പ്രവർത്തകർ നടത്തിയ ആ ബാനർ അഴിക്കലും കെട്ടലും പിന്നീട് പ്രതിഷേധവും 100 ബാനറുകൾ ഉയർത്തിയതും കണ്ടപ്പോൾ എന്ത് തോന്നി ഒരു SFI DYFI പ്രവർത്തകൻ എന്ന നിലയിൽ? വല്ലാത്ത ആവേശമാണ്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ വേണ്ടി പറ്റില്ല. എൻ്റെ കാലം ഗംഭീരം, ഇപ്പോഴത്തെ കാലം മോശം എന്നുള്ള ചില വാദം പൊതുവെ ഉയരാറുണ്ട്. എൻ്റെ കാലം ഗംഭീരം, ഇന്നത്തെ കാലം മോശം, അല്ലെങ്കിൽ എൻ്റെ കാലം ഗംഭീരം, ഇന്നത്തത് വിഡ്ഢികളെന്ന് പറയുന്നവരാണ് യഥാർത്ഥ വിഡ്ഢികളെന്ന് മുമ്പ് ഷേക്സ്പിയർ തന്നെ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എന്നാൽ ഞങ്ങളൊക്കെ പ്രവർത്തിച്ച കാലത്തേക്കാൾ ഗംഭീരമായി ഇന്നത്തെ വിദ്യാർത്ഥികൾ സംഘടന പ്രവർത്തനം നടത്തുന്നു. SFI പോലുള്ള സംഘടനകൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ സംഭവത്തിലൂടെ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുകൊണ്ട് നാടിൻ്റെ ഭാവി എല്ലാ നിലയിലും നമുക്ക് ഏറെ ആഹ്ലാദം നൽകുന്നതാണ്. മുഹമ്മദ് റിയാസ് മിനിസ്റ്ററുടെ സ്വന്തം ജില്ലയാണ് കോഴിക്കോട്, സ്വന്തം പട്ടണമാണ് കോഴിക്കോട്, സ്വന്തം തെരുവാണ് മിഠായി തെരുവ്. ആ മിഠായി തെരുവിലേക്ക് ഗവർണർ വരുന്നു. ഗവർണറെ തോളോട് തോൾ ചേർത്ത് നിർത്തുന്നു, വായിലേക്ക് ഹൽവ മധുരം കൊടുക്കുന്നു. കോഴിക്കോട്ട് ആര് വന്നാലും അലുവ നൽകും, സുലൈമാനി നൽകും, ഇനി ചെകുത്താൻ വന്നാലും നൽകും. അതാണ് കോഴിക്കോടിൻ്റെ പ്രത്യേകത. ആതിഥേയ മര്യാദയുടെ പര്യായമാണ് കോഴിക്കോടും കേരളവും. എന്നാൽ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി വരികയാണെന്ന് മത്സരിക്കാൻ, കോർപ്പറേഷൻ വേണ്ട, ഏത് ഇതിലും മത്സരിക്കാൻ പറഞ്ഞു. ഹൽവ നൽകി അതേ കൈകൾ കൊണ്ട് തന്നെ വോട്ട് ചെയ്ത് ദയനീയമായി പരാജയപ്പെടുത്തും. അത്രയ്ക്ക് രാഷ്ട്രീയ പ്രബുദ്ധതയുടെ നാടാണ് കോഴിക്കോടും കേരളവും. പക്ഷേ അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുകയാണ്. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ നടത്തം, അദ്ദേഹം 2 ദിവസം ഉയർത്തിയ വാദം തെറ്റാണെന്ന് തെളിയിച്ചു. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഗവർണർക്ക് ഇതുപോലെ തിരക്കേറിയ ഒരു തെരുവിലൂടെ അവർ ഗവർണറായ സംസ്ഥാനത്തിലൂടെ നടക്കാൻ പറ്റുമോ? കേരളമല്ലാതെ. അപ്പോൾ കേരളത്തിൻ്റെ ക്രമസമാധാനം ഭദ്രമാണ് എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തത്തിൽ. ആ നടത്തത്തിന് മുമ്പിൽ യഥാർത്ഥത്തിൽ ഒരു ബാനർ ചാൻസലർ കെട്ടണമായിരുന്നു. കേരളം ഇന്ത്യക്ക് മാതൃക, ക്രമസമാധാന പരിപാലനത്തിൽ നമ്പർ 1 സ്റ്റേറ്റ് കേരളം എന്നൊരു ബാനർ കൂടി കെട്ടേണ്ടതായിരുന്നു. വി വാണ്ട് ചാൻസലർ നോട്ട് സവർക്കർ എന്ന് SFI വലിച്ചു കെട്ടിയ ബാനർ പോലെ ഗവർണർ കെട്ടേണ്ട ഒരു ബാനർ അതായിരുന്നു. ഗവർണർ നടന്നാൽ ഗവർണർ തന്നെ ആക്ഷേപിച്ച വിദ്യാർത്ഥി സംഘടനയുടെ ചരിത്രവും ആ തെരുവിൽ കാണാമായിരുന്നു. മറ്റു പല ചരിത്രങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സാഹിത്യകാരന്മാരൊക്കെ രേഖപ്പെടുത്തിയ ചരിത്രങ്ങളുണ്ട്. മിഠായി തെരുവിൽ ചോരക്കറകൾ, എത്ര റോഡ് ടാർ ചെയ്താലും മായാത്ത ചോരക്കറകൾ കാണാം. വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ സർക്കാരിൻ്റെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ പണമില്ലെങ്കിൽ പറ്റില്ലെന്നുള്ള പ്രഖ്യാപനത്തിനെതിരെ ഒരു വിദ്യാർത്ഥി സംഘടന നടത്തിയ സമരത്തെ പോലീസിനെ വെച്ച് നരനായാട്ട് നടത്തി ഭീകരമായി മർദ്ദിച്ച് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും തലയിൽ നിന്നും ചീന്തിയ ചോരയുടെ കറയാണ് മിഠായി തെരുവിൽ നിന്ന് ഉണങ്ങാതെ കിടക്കുന്നത്. ആ സംഘടനയുടെ പേര് SFI ആണ്. അപ്പോൾ എന്താണ് SFI എന്നുള്ളത് മിഠായി തെരുവ് ഇന്നലെ ഗവർണറുടെ നടത്തത്തിൽ ഓർമ്മപ്പെടുത്തി. അതേ മിഠായി തെരുവിൽ വലിയ തീപിടുത്തം ഉണ്ടായിരുന്നു. ആ തീപിടുത്തത്തിൽ ഫയർഫോഴ്സിനോടൊപ്പം ജീവൻ നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞ അവിടുത്തെ നാട്ടുകാർ, അവിടുത്തെ വ്യാപാരികൾ, തൊഴിലാളികൾ ഒക്കെ വലിയ നിലയിൽ രക്ഷാപ്രവർത്തനം നടത്തി. അന്ന് തൊട്ടടുത്ത കലാലയങ്ങളിൽ നിന്നും ഒരു സംഘടനയുടെ ബാനറിൽ കുട്ടികൾ ഓടിയെടുത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു. ആ സംഘടനയുടെ പേര് SFI ആണ്. അപ്പോൾ ഇതൊക്കെ ഇന്നലെ ഗവർണറെ പഠിപ്പിക്കാൻ മിഠായി തെരുവിന് സാധിച്ചു. ഈ കണ്ണൂരിനെ കുറിച്ച് ബ്ലഡി ഹിസ്റ്ററി ഓഫ് കണ്ണൂർ എന്ന് പറഞ്ഞ അതേ ഗവർണർ ഒരു പകൽ ഇരുട്ടി വെളുത്തപ്പോഴേക്കും കോഴിക്കോടത്തിൽ പറയാണ് ഓവർവെൽംഡ് എന്നാണ്. ഞങ്ങൾ ഈ ജനങ്ങളുടെ സ്നേഹത്തിൽ ഞാൻ ആനന്ദ തുന്തുലിതനായി എന്നാണ്.
അത് കോഴിക്കോടിൻ്റെ പ്രത്യേകതയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഗവർണർ എന്നല്ല, ഇനി ഒരു തരത്തിലും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി വന്നാലും ആതിഥേയ മര്യാദയുടെ പര്യായമായ കോഴിക്കോട് സ്വീകരിക്കും, സ്നേഹിക്കും. ഇന്നലെ ഇപ്പോൾ അലുവ ചോദിച്ചു വാങ്ങി കൊടുത്തു, അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എല്ലാവരെയും സ്വീകരിക്കും. അത് കോഴിക്കോടിൻ്റെ പ്രത്യേകതയാണ്. ആ കോഴിക്കോട് കാലങ്ങളായി, പതിറ്റാണ്ടുകളായി കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF ആണ്. ആ കോഴിക്കോടിൽ എല്ലാ കാലത്തും LDF സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടി ഉള്ള നിലപാട് സ്വീകരിക്കുന്ന ജനങ്ങളാണ്. മതസാഹോദര്യത്തിന് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറാണെന്നുള്ള പ്രഖ്യാപനം നടത്തുന്ന ജനങ്ങളുള്ള നാടാണ് കോഴിക്കോട്. സ്നേഹത്തിൻ്റെ പര്യായമാണ് കോഴിക്കോട്. ആ കോഴിക്കോട്ടെ ഹലുവ സ്നേഹത്തിൻ്റെ ഹലുവയാണ്. ആ കോഴിക്കോട്ടെ ഹലുവ മതസാഹോദര്യത്തിൻ്റെ ഹലുവയാണ്. ആ കോഴിക്കോട്ടെ ഹലുവ ഒരിക്കലും മതവർഗീയതക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള ഹലുവയല്ല. പക്ഷേ KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെ നിങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കുകയാണെന്ന് നാളെ BJPയുടെ ദേശീയ നേതൃത്വം, BJPയുടെ ഒരു സംസ്ഥാന ഘടകം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിലും ഭംഗിയായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന യുവജന വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിച്ചു നിൽക്കുന്നത്. ഇവിടെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി കേരളമാകെ ഒന്നിക്കേണ്ട സമയമാണ്. ഉത്തരേന്ത്യയിലെ കലാലയങ്ങളിൽ വർഗീയ വിഷം തുപ്പി ഭാവി തലമുറയെ വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാക്കി മാറ്റുന്നത് പോലെ കേരളത്തിലെ കലാലയങ്ങളെ മാറ്റി തീർക്കാൻ തയ്യാറല്ലെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നതിന് പകരം ഇപ്പോൾ ഇത്തരം നിലപാട് ഈ സംഘടനകൾ സ്വീകരിക്കുന്നത് BJPയെ സഹായിക്കാനാണ്. ഒരു തർക്കമില്ലാത്ത കാര്യം. ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ മറ്റു പ്രതിപക്ഷത്തെ ഒരു വിദ്യാർത്ഥി സംഘടനയും എത്തിയിട്ടില്ല. അത് KSUവിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്നവർ, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവർ, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർ, കോൺഗ്രസിനോടൊപ്പം പരമ്പരാഗതമായി നിന്നവർ, UDFനോടൊപ്പം പരമ്പരാഗതമായി നിന്ന വോട്ടർമാർ, ഇവരൊക്കെ നിരാശരാണ്, ദുഃഖിതരാണ്, കടുത്ത പ്രതിഷേധത്തിലാണ്. എന്താണ് ഇവർക്ക് പറ്റിയത്? അതിനൊരു ഉത്തരമേ ഉള്ളൂ. അധികാര കൊതിമൂത്ത് ഇനി ഒരു കാലത്തും കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്നുള്ള നിരാശാബോധം, അന്ധമായ LDF സർക്കാർ വിരുദ്ധത, BJP അല്ല ഇനി ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ച് കേരളത്തിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താമെന്നുള്ള ചിന്തയിലേക്ക് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസ് നേതാക്കന്മാർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താങ്ക് യു മിനിസ്റ്റർ. എന്തായാലും യാത്ര അവസാനിക്കുകയാണ്. യാത്ര അവസാനിച്ച് കഴിയുമ്പോൾ കേരളത്തിൻ്റെ ഒരു ടൂറിസം മാപ്പിംഗിൽ ഒരു പുതിയ പ്രോജക്റ്റ് മിനിസ്റ്റർ കൊണ്ടുവരും എന്നാണ് വിചാരിക്കുന്നത്. പല ഘട്ടങ്ങളും പല മേഖലകളും കേന്ദ്രീകരിച്ച് തീർച്ചയായിട്ടും അതിൻ്റെ ശ്രമം നടത്തുന്നു. യാത്രയിൽ ആ ബസ് ഓടിച്ച ഡ്രൈവർക്ക് ഒരു പ്രത്യേക സല്യൂട്ട്. കാരണം എപ്പോഴാണ് മുമ്പിലേക്ക് ആള് ചാടി വീഴുക എന്ന് അറിയാതെ ഒരു കാല് ബ്രേക്കിൽ നിന്നും എടുക്കാതെ ബ്രേക്കിനോടൊപ്പം ചേർത്ത് പിടിച്ച് വണ്ടി ഓടിച്ച് ആരും തട്ടി ആ ബസ്സിന്റെ മുന്നിൽ ചാടി തട്ടി രക്തസാക്ഷികളാകരുത് എന്നുള്ളതിന്റെ ഭാഗമായി ശ്രദ്ധിച്ച ഇന്നും നാളെയും പ്രതിഷേധം ആ ബസ് ഡ്രൈവർ പരാജയപ്പെടുത്തിയത് കനകോലുവിനെയും പ്രതിപക്ഷ നേതാവ്. ഒറ്റ കാര്യം കൂടി, ഇന്നും നാളെയും പ്രതിഷേധം കനക്കുന്നുണ്ട്. അപ്പോൾ DYFI പ്രവർത്തകർ മറ്റേതെങ്കിലും ഈ ചാടി വീഴുകയൊക്കെ ചെയ്യുമ്പോൾ DYFI പ്രവർത്തകർ തിരിച്ചാക്രമിക്കാനായിട്ട് വന്നാൽ അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ബസ്സിന്റെ മുമ്പിൽ ചാടി വീഴാൻ ശ്രമിക്കുന്ന ഈ രക്ഷാപ്രവർത്തനം നടത്തണോ? ഇനി ബസ്സിന്റെ മുമ്പിൽ ചാടി വീഴാൻ ശ്രമിക്കുന്ന ആരെയും ചാടി വീഴുമ്പോൾ നോക്കി നിൽക്കാതെ രക്ഷാപ്രവർത്തനം നടത്തുന്നതാണ് മനുഷ്യത്വമുള്ള. പക്ഷേ കല്യാശ്ശേരി മോഡലാകരുത്. അതല്ല ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഓടുന്ന തീവണ്ടിക്ക് മുമ്പിൽ ഈ അർത്ഥം എന്നുള്ളൊരു സിനിമയുണ്ട്, സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ബെൻ നരേന്ദ്രൻ എന്ന കഥാപാത്രം മമ്മൂട്ടി ഓർക്കുന്നുണ്ട്. തലയിൽ ആദ്യം തന്നെ വണ്ടിക്ക് തലവെക്കാൻ നേരത്തെ ഒരാൾ വന്ന് രക്ഷിക്കുന്നത്. അത് പൊതുവെ വണ്ടിക്ക് തലവെക്കാൻ അല്ലെങ്കിൽ ട്രെയിൻ മുമ്പിൽ ചാടാൻ നേരത്ത് രക്ഷപ്പെടുത്തുന്ന രീതി പണ്ടേ ഉള്ളതാണ്. അപ്പോൾ സംയമനം പാലിച്ച് രക്ഷാപ്രവർത്തനം. വണ്ടിക്ക് മുമ്പിൽ ആര് ചാടിയാലും അവരുടെ ജീവൻ രക്ഷപ്പെടുത്തുക ജനങ്ങളുടെ കടമയാണ്. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. മുഹമ്മദ് മിനിസ്റ്റർ ഒരു നിമിഷം. ഞങ്ങൾ കേരളത്തിന്റെ അലുവയല്ല കോഴിക്കോട് അലുവയല്ല. കോഴിക്കോട് അലുവയാണെങ്കിൽ കൊല്ലത്തെത്തുമ്പോൾ കേക്കാണ്. അപ്പോൾ ആ കേക്കിന്റെ സ്നേഹവും സന്തോഷവും സഹോദര്യത്തിന്റെ ഈ കേക്ക് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു. അപ്പോൾ